ഹലോ ഫ്രണ്ട്സ്, ഈ കൊടും ചൂടിൽ ശരീരവും മനസ്സും തണുക്കാൻ അതുപോലെ തന്നെ വിശപ്പും ദാഹവും മാറാനായിട്ടുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചൗവരിയാണ്. ഞാൻ 1 കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട്. ചൗവരിയെന്നും സാബുദാനെന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട്. ആദ്യം തന്നെ ഇത് 2-3 പ്രാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇപ്പോൾ അതാ ഞാനിത് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. 3 പ്രാവശ്യമായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വെള്ളമാണ്. നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൗവരി ഒന്ന് മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് കുതിരാനായിട്ട് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് വെച്ച് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. അരമണിക്കൂർ കൊണ്ട് തന്നെ ഇതൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ചേർത്ത് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. അരമണിക്കൂർ അടച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ആ ക്യാരറ്റിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലൊരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വലിയ സൈസിലും ഗ്രേറ്റ് ചെയ്ത് കിട്ടും, അതുപോലെ തന്നെ ചെറിയ സൈസിലും കിട്ടും. ഞാൻ ഈ ചെറിയ രീതിയിലാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലൊരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആയാലും ഒക്കെ പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഈ ക്യാരറ്റ് എല്ലാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ, ഒരുപാട് കനമായിട്ടില്ല, നല്ല നീളത്തിൽ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ക്യാരറ്റിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തുറന്ന് വെച്ചിട്ട് 2-3 മിനിറ്റ് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചൗവരി എന്തായെന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, ചൗവരിയൊക്കെ തുറന്നപ്പോൾ തന്നെ നല്ലതുപോലെ കുതിർന്ന് നമ്മൾ ഇട്ട് കൊടുത്തതിൻ്റെ ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി ഇത് നമ്മൾ എടുക്കുമ്പോൾ കുതിർന്നിട്ടില്ലെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. കൈ കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഉടച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റണം. നമ്മുടെ കയ്യിൽ തൊട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ എണ്ണയോ കയ്യിലൊന്ന് ഗ്രീസ് ചെയ്ത ശേഷം ഒന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ചെറിയ ചെറിയ ബോൾസ് ആയിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മളിത് കുഴച്ചെടുക്കും തോറും നന്നായിട്ട് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ സാബുദാന എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ മരച്ചീനിയിൽ നിന്നും ഉണ്ടാക്കുന്നതാണ് ഈ സാബുദാന. മരച്ചീനിയുടെ സ്റ്റാർച്ചാണ് കേട്ടോ. ഇതേ ഒരു രീതിയിൽ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഞാനിത് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ എല്ലാം നമ്മൾ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലൊക്കെ നന്നായിട്ടൊന്ന് തിളയ്ക്കാറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസാണ് ഇട്ട് കൊടുക്കേണ്ടത്. സാബുദാനയുടെ ഓരോ ബോൾസായിട്ട് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെന്ത് വരുമ്പോഴേ ഡബിൾ സൈസായിട്ട് വരും. അതുകൊണ്ടാണ് ഇത് ചെറിയ ബോൾസാക്കി നമ്മൾ എടുത്തിട്ടുള്ളത്. വലിയ ബോൾസാക്കി എടുത്താലും കുഴപ്പമില്ല, പക്ഷെ അത്രയും കൂടെ വലുപ്പത്തിൽ വരും. അതിനനുസരിച്ച് വേണം നമ്മളിത് ബോൾസാക്കി എടുക്കാനായിട്ട്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ ബോൾസ് ഉടഞ്ഞു പോകാതെ അതുപോലെ തന്നെ അടുക്കി പിടിക്കാതെയും ഇതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തുകൊണ്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. വേവുന്നതിനനുസരിച്ച് ഇത് മുകളിലേക്ക് ഇതുപോലെ പൊങ്ങി വരും കേട്ടോ. ഡബിൾ സൈസായിട്ട് വരികയും ചെയ്യും. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അതാ കണ്ടില്ലേ, നമ്മൾ ഇട്ട് കൊടുത്ത ബോൾസൊക്കെ കുറച്ച് വലുതായിട്ട് വന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. ഏലക്ക പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ.
ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചൗവരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് കുതിർക്കാൻ വെച്ചപ്പോഴേ ഞാൻ കുറച്ച് ചൗവരി ഒന്ന് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം ഇത് വെന്ത് വരുമ്പോഴേ ചെറിയ ചെറിയ മുത്തുമണികൾ പോലെ കിടക്കുമ്പോഴേ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതിനു വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും, കാരണം ചെറിയ ചെറിയ ബോൾസ് അല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ ഇത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൈവിടാതെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് കുറച്ചൊന്ന് വറ്റി ഈ ഒരു സ്റ്റേജിലായിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ഒരു രീതിയിൽ കിട്ടും കേട്ടോ. കുറച്ചുകൂടി കുറുകി നല്ല രീതിയിൽ വരും ഇത്. നമുക്കിത് ഇളക്കി ചേർക്കും തോറും നമുക്കറിയാം പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരുന്നതായിട്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചറിലായി വരുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഇതുപോലെ ഒന്ന് കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മിൽക്ക് പൗഡറാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് പാലോ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ക്രീമി ആക്കി എടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ പൊടിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴേ ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് തിക്കായിട്ട് വരികയും ചെയ്യും. ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് നന്നായിട്ടൊന്ന് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മളിത് ഇളക്കി കൊടുക്കുന്തോറും കുറുകി കുറുകി നല്ല ഒരു തിക്കായിട്ട് വരും. ഇതിൽ നിന്നും ഒരു ഗ്ലാസ് കഴിച്ചാൽ നമ്മുടെ ക്ഷീണവും ദാഹവും വിശപ്പും ഒക്കെ മാറും. ഈ കൊടും ചൂടിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. ഡ്രിങ്കായിട്ടും ഡെസേർട്ടായിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചിട്ടും കഴിക്കാവുന്നതാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ലതുപോലെ തിളച്ച് ഇതേ രീതിയിലൊന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തണുത്ത് വരുമ്പോൾ തന്നെ കുറച്ചുകൂടി ഇതൊന്ന് തിക്കായിട്ട് വരും. നല്ല ടേസ്റ്റാണ്. മധുരമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് ഇതുപോലെ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ചൂടൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ മാറി നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ കളറൊക്കെ ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡ്രിങ്കാണ്. ഡ്രിങ്കായിട്ടും ഖീറായിട്ടും ഡെസേർട്ടായിട്ടും പായസമായിട്ടും ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ചൗവരിയുടെ ബോൾസ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.